അപ്പോൾ ഈ വർഷം 2026 ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവോ കുറയുമോ, അത് ഇനി 2-3 പ്രാവശ്യം ഇൻട്രസ്റ്റ് മുന്നോട്ട് പോകുമോ, എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബയ്യർ എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഇൻവെന്ററി ലെവൽ. ഇൻവെന്ററി ഡസ് നോട്ട് ജസ്റ്റ് ഡിസ്ക്രൈബ് ദ മാർക്കറ്റ്, ഇറ്റ് ഷേപ്സ് ദ വേ യു മസ്റ്റ് ബൈ ഇൻ ദ മാർക്കറ്റ്. സിമ്പിളായി പറഞ്ഞാൽ ഇൻവെന്ററി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ലിസ്റ്റിംഗ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇതെല്ലാം സെല്ലാവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളൊരു ഫാക്ടറാണ്. അതിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ ടൈറ്റ്നെസ് കറക്റ്റായിട്ട് മനസ്സിലാവും, സ്റ്റോക്സിൻ്റെ ലെവൽസ് എങ്ങനെയെന്ന് മനസ്സിലാവും, ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാവും. ലോ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ടൈറ്റ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചോയ്സ് കുറയും, കോമ്പറ്റീഷൻ കൂടും, നല്ല പ്രോപ്പർട്ടീസ് നല്ല വിലയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ജനറലി അതൊരു സോഫ്റ്റ് ആണ്, നമുക്ക് കൂടുതൽ സ്റ്റോക്സ് ഉണ്ടാവും, അവിടെ പ്രഷർ ഇച്ചിരി കുറവായിരിക്കും, കോമ്പറ്റീഷൻ കുറവായിരിക്കും, നെഗോസിയേഷൻ ഇത്തിരി ഓപ്ഷൻസ് നമുക്ക് കൂടുതലുണ്ടാവും. ഇവിടെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി ഡസ് നോട്ട് ജസ്റ്റ് അഫക്ട് ദ പ്രൈസ്, ഇറ്റ് അഫക്ട്സ് ദ എൻറ്റയർ നെഗോസിയേഷൻ പ്രോസസ്. അപ്പോൾ നിങ്ങളൊരു ലോ ഇൻവെന്ററി ലെവലിലുള്ള ഒരു സബബിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. യു നീഡ് എ സ്ട്രാറ്റജി. എപ്പോൾ മൂവ് ചെയ്യണം, ഹൗ ഫാസ്റ്റ് യു നീഡ് ടു ആക്ട്, എപ്പോൾ ഓഫർ കൊടുക്കണം, എത്ര ഓഫർ കൊടുക്കണം, എന്തൊക്കെ ക്ലോസസ് വയ്ക്കണം, നമ്മുടെ മാക്സിമം ഒരു ലിമിറ്റ് കണ്ടെത്തിയാൽ ലിമിറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യണം, ഓവർ പ്രൈസിലോട്ട് പോവാതെ. കാരണം മാർക്കറ്റ് ടൈറ്റ് ആകുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ ഓഫ് കോഴ്സ് കൂടും. നമ്മുടെ റോങ് അപ്രോച്ച് കൊണ്ട് നമുക്ക് ഡീൽ മിസ്സാവാം. ചിലപ്പോൾ നമുക്കൊരു കമ്പാരബിൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ CM അനാലിസിസ് അനുസരിച്ചുള്ള എക്സാക്ട് ഫിഗറിൽ നമുക്കത് കിട്ടണമെന്നില്ല. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് ഹാവ് ടു ഗോ ടു ഓവർ പ്രൈസ്ഡ് എമൗണ്ട്. നമ്മുടെ ബഫറിൽ നിന്ന് ഒരു ഇച്ചിരി മുകളിലോട്ട് പോയാലും സ്റ്റിൽ വി തിങ്ക് ലൈക്ക് ഇറ്റ് ക്യാൻ ബി അച്ചീവബിൾ ഇൻ നെക്സ്റ്റ് 2-3 months. മേ ബി ഒരു 10K 15K നമ്മൾ എക്സ്ട്രാ കൊടുത്താലും ഇതൊരു 2 മാസം കൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യുന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു റെഡി, വി ഷുഡ് ഹാവ് റെഡി ടു മേക്ക് ദാറ്റ് എക്സ്ട്രാ പേയ്മെന്റ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഹൗസ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട്, ഇൻവെന്ററി ലെവലിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ മാർക്കറ്റും വിസിറ്റ് ചെയ്യാനും അവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാനും. അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കി ആദ്യം തന്നെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ഇതാണ്, ഈ മാർക്കറ്റ് ഹോട്ട് മാർക്കറ്റ് ആണോ, വാം മാർക്കറ്റ് ആണോ, കോൾഡ് മാർക്കറ്റ് ആണോ, അപ്പോൾ കറന്റ് ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അതൊരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ പ്രോപ്പർട്ടി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എല്ലായിടത്തിലും പറയാറുണ്ട്, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പുതിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.